അമേരിക്കയും ഇറാനും തമ്മിൽ ദശാബ്ദങ്ങളായി തുടരുന്ന നയതന്ത്ര ശത്രുത അവസാനിപ്പിച്ചുകൊണ്ട് ഒരു സമാധാന കരാർ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത ആഗോള രാഷ്ട്രീയത്തിൽ വലിയൊരു ചലനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ മധ്യസ്ഥതയിലുള്ള ഈ ചർച്ചകൾ വിജയത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ അത് പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ ഇറാൻ നേടിയെടുത്ത ഏറ്റവും വലിയ നയതന്ത്ര വിജയമായിട്ട് തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടി വരും. ദശാബ്ദങ്ങളായി അമേരിക്കയും സഖ്യകക്ഷികളും ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക സൈനിക ഉപരോധങ്ങളെയും നയതന്ത്ര ഒറ്റപ്പെടുത്തലുകളെയും അതിജീവിച്ച് ഇറാൻ ഈ കരാറിലേക്ക് എത്തുമ്പോൾ അത് എന്തുകൊണ്ട് ഇറാന്റെ വിജയമായി കണക്കാക്കാമെന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി പറയാനുള്ളത് അമേരിക്കയുടെ ഉപരോധ നയങ്ങളുടെ പരാജയമാണ് ഇത് എന്നതാണ്. 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം 2018 ഇറാൻ ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയ ശേഷം മാക്സിമം പ്രഷർ എന്ന നയമാണ് അമേരിക്ക ഇറാന് മേൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കുക, എണ്ണ വ്യാപാരം പൂജ്യത്തിലേക്ക് എത്തിക്കുക, അതുവഴി ഇറാന്റെ ഭരണകൂടത്തെ തകർക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വർഷങ്ങളായി അവർ പണിയെടുത്തതും ഇതിനു വേണ്ടിയാണ്. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ രാഷ്ട്രീയ നയങ്ങളിൽ ഒട്ടും മാറ്റം വരുത്താൻ ഇറാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ അമേരിക്കയ്ക്ക് അതേ ഇസ്ലാമിക റിപ്പബ്ലിക്കുമായി ചർച്ചയ്ക്കിരിക്കേണ്ടി വന്നു എന്നത് ഇറാന്റെ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ വിജയമല്ലാതെ മറ്റെന്താണ്? രണ്ടാമതായി പറയാനുള്ളത് ആണവ നയത്തിലെ ഇറാന്റെ മുൻതൂക്കത്തെ കുറിച്ചാണ്. അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറിയതോടെ ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മുന്നറിയിപ്പുകളെ പോലും മറികടന്ന് ആണവായുധ നിർമ്മാണത്തിന് തൊട്ടടുത്തുള്ള ഘട്ടത്തിലേക്ക് ഇറാൻ തങ്ങളുടെ ആണവ സാങ്കേതിക വിദ്യയെ വളർത്തിയെന്നത് ഇറാന്റെ കരുത്തു തന്നെയാണ് കാണിക്കുന്നത്. ഇറാന്റെ ഈ ആണവ മുന്നേറ്റം അവരെ സൈനികമായി ആക്രമിക്കുന്നതിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലിനെയും തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ഒരു പരിധി വരെ. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് അമേരിക്ക ഇപ്പോൾ സമാധാന കരാറിന് തയ്യാറാകുന്നത് പോലും. ഇത് ഇറാന്റെ നയതന്ത്രപരമായ സൈനിക നയത്തിന്റെ വിജയം തന്നെയാണ്. മൂന്നാമതായി പറയാനുള്ളത് പശ്ചിമേഷ്യയിലെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന സഖ്യത്തിന്റെ കരുത്ത് തെളിയിക്കപ്പെട്ടു എന്ന വസ്തുതയാണ്. യമനിലെ ഹൂത്തികൾ, ലെബനിലെ ഹിസ്ബുള്ള, സിറിയൻ ഭരണകൂടം, ഇറാഖിലെ ഷിയാ സായുധ സംഘങ്ങൾ എന്നിവരടങ്ങുന്ന ഇറാന്റെ പരോക്ഷ സൈന്യത്തെ തകർക്കാൻ അമേരിക്കയ്ക്കോ സഖ്യകക്ഷികൾക്കോ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. ചെങ്കടലിലെ കപ്പൽ ചാനലുകളെ പോലും നിയന്ത്രിക്കാൻ ഇറാന്റെ സഖ്യകക്ഷികൾക്ക് കഴിഞ്ഞത് അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തങ്ങളെ വശത്താക്കാതെ പശ്ചിമേഷ്യയിൽ സമാധാനം സാധ്യമല്ലെന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ ഇറാന് കൃത്യം സാധിച്ചിട്ടുണ്ട് ഈ മഹായുദ്ധത്തിലൂടെ. നാലാമതായി പറയാനുള്ളത് ആഗോള രാഷ്ട്രീയത്തിലെ പുതിയ ചേരിതിരിവുകൾ ഇറാൻ അനുകൂലമായി എന്ന വസ്തുതയാണ്. അമേരിക്ക തങ്ങളെ ഒറ്റപ്പെടുത്താൻ നോക്കിയപ്പോൾ ചൈന, റഷ്യ എന്നീ വൻ ശക്തികളുമായി ഇറാൻ ശക്തമായ സാമ്പത്തിക സൈനിക സഖ്യമാണ് ഉണ്ടാക്കിയത്. ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനും ഇറാന് സാധിച്ചു. ബ്രിക്സ്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയ ആഗോള കൂട്ടായ്മകളിൽ ഇറാൻ അംഗത്വം എടുത്തു. അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കാതെ തന്നെ ചൈനയ്ക്കും ഇന്ത്യക്കും എണ്ണ വിൽക്കാനുള്ള വഴികൾ ഇറാൻ അവിടെ കണ്ടെത്തുകയും ചെയ്തു. ഒരു രാജ്യത്തെ തളർത്താൻ നോക്കിയവർക്ക് മുന്നിൽ കുതിച്ചുയർന്ന ഇറാനെയാണ് അമേരിക്ക കണ്ടത്. അമേരിക്കയുടെ ഉപരോധങ്ങൾക്ക് ആഗോളതലത്തിൽ പഴയതുപോലെ സ്വാധീനമില്ല എന്ന് ഇറാൻ ജീവിച്ച് തെളിയിച്ചു. അവസാനമായി പറയാനുള്ളത് ഈ കരാറിലൂടെ ഇറാന്റെ പരമാധികാരവും ഭരണകൂടത്തിന്റെ നിലനിൽപ്പും അമേരിക്ക ഔദ്യോഗികമായി അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന വസ്തുതയാണ്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എന്ന് ഉറപ്പായിരിക്കാം ഈ കരാറിന്റെ അടിസ്ഥാനം പോലും. ഉപരോധങ്ങൾ നീങ്ങുന്നതോടെ ഇറാന്റെ ബ്ലോക്ക് ചെയ്യപ്പെട്ട കോടിക്കണക്കിന് ഡോളർ തിരികെ ലഭിക്കുകയും എണ്ണ വ്യാപാരം സജീവമാകുകയും ചെയ്യും. ഇത് ഇറാന്റെ ആഭ്യന്തര സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ ഊർജം തന്നെയാണ് നൽകുക. ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറായ അമേരിക്ക തങ്ങളുടെ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് സമ്മർദ്ദത്തിലാക്കിയിട്ടും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിച്ച് പ്രതിരോധം തീർത്ത ചരിത്രമാണ് ഇറാന് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമാധാന കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ അത് അമേരിക്കൻ സാമ്രാജ്യത്തിന് മുന്നിൽ ഇറാൻ നേടിയെടുത്ത ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ വിജയമായിട്ട് തന്നെയാണ് ഭാവി തലമുറ വിലയിരുത്തുക.